ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സുക്കയാണ്. ഇതൊരു മാംഗ്ലൂർ ഡിഷാണ്. മാംഗ്ലൂർ സ്റ്റൈലിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ആദ്യം വേണ്ടത് ചിക്കനാണ്. ഒരു 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഒരു 3/4 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പെപ്പർ പൗഡർ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കുരുമുളക് ഇടുക, ചതച്ചതെടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം. ഇത്രയും ഇട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. പേസ്റ്റായി പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി ഒരു ചെറിയ കഷ്ണം, ചെറിയ ബൗള്, നെല്ലിക്ക വലുപ്പത്തിലൊരു ബൗള് പുളി എടുത്തിട്ടുണ്ട്. സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ കുതിർത്തെടുക്കുക. ഇനി പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുക്കുന്നത്. 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തത്, നീളത്തിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിട്ടൊന്ന് വഴറ്റുക. ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാംഗ്ലൂർ സ്റ്റൈലിൽ ചെയ്യുകയാണെങ്കിൽ പൊടികൾ അന്നേരം തന്നെ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടിയെല്ലാം അപ്പോൾ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കിയെടുക്കും. ഇവിടെ ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിരുന്ന പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്കിനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിൻ്റെ കൂടെ 1 നുള്ള് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുതിർത്ത് വെച്ച പുളിവെള്ളം പിഴിഞ്ഞെടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാവുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ കഷ്ണങ്ങൾ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിപ്പെടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റിൽ കൂടുതൽ അടച്ചു വെച്ച് വേവിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ മൂടി മാറ്റി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് കുറച്ച് സമയം കൂടി വേവിക്കുക. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാണ്. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. തിളച്ച് ചാറ് കുറുകി കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. തേങ്ങയിൽ ഞാൻ കുരുമുളകും നല്ല ജീരകവുമാണ് അരച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരൽപ്പം ഗരം മസാല കൂടി ചേർത്തു. 1 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും തേങ്ങ എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചേർക്കണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴും നല്ല വെള്ളത്തിൻ്റെ നല്ല രീതിയിലുള്ള കണ്ടൻ്റ് ഉണ്ട്. ഇതെല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. ഇതാണ് ചിക്കൻ സുക്ക. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കറിവേപ്പില ചേർക്കാം. വീണ്ടും ഇളക്കുക. വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ചിക്കൻ സുക്കയിലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലൊരു ഫ്ലേവർ തരും. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ഉടുപ്പി ഏരിയയിലും നല്ല പ്രചാരമുള്ള ഒരു ഡിഷാണ് ചിക്കൻ സുക്ക. അവിടെ ഇതിന് കോരി സുക്ക എന്നാണ് പറയുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ മട്ട റൈസിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ സുക്ക. ചപ്പാത്തിയോടെ പോവും. ഇതിന് സ്പെഷ്യൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നീർദോശയാണ്. നീർദോശയുടെ റെസിപ്പി ഞാൻ ഉടനെ ഇടുന്നതാണ്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതാണ് പാകം. വെള്ളം വറ്റി ഇപ്പോൾ പൂർണ്ണമായിട്ട് വറ്റിയിട്ടുണ്ട്. തേങ്ങ എല്ലാം ഓരോ ചിക്കൻ പീസസിലും പിടിച്ച് നല്ല കോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനൊപ്പം വളരെ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ.